അപ്പം ഞാനിത്തിരി ഭക്ഷണ സാധനങ്ങൾ എൻ്റെ ഇവിടുത്തെ ഈ പച്ചക്കറി ഈ ഗ്രോസറി കടയാണിത്, പലചരക്ക് കട. അപ്പം പച്ചക്കറിയൊക്കെ വാങ്ങി ഞാൻ ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് മാറിയിട്ടില്ല, മഞ്ഞിങ്ങനെ പെയ്യുന്നുണ്ട്, എല്ലാം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ വാർത്തകൾ നിലയ്ക്കുന്നില്ല. മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഈ ചാനലിൽ വാർത്തകൾ, സത്യസന്ധമായ വാർത്തകൾ നിലയ്ക്കുന്നില്ല. അപ്പം നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഞാൻ വിനീതമായിട്ട് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളോടും നല്ല മലയാളികളോടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അടുത്ത വാർത്തയിലേക്ക് പോകാം. അടുത്ത വാർത്ത, ഞാൻ ഇന്നലെ നമ്മുടെ ജാമിദ ടീച്ചർ, അവരൊരു ഹീറോ ആണ്. ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള ചങ്കൂറ്റുള്ള ഹീറോ ആണ് കേരളത്തിൻ്റെ ജാമിദ ടീച്ചർ. അപ്പം അവർ പലപ്പോഴും വിമർശിക്കാറുണ്ട് പല ഇതിനും. നമ്മൾ പറയും വിമർശനം, ജനാധിപത്യം, മതേതരത്തിലൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മളുടെ ആ ഒരു അവകാശം അവർ വിനിയോഗിക്കുന്ന ഒരു ധീര വനിതയാണ് അവർ. അതിൻ്റെ പേരിൽ വളരെയധികം ഈ താറടിച്ച് കാണിക്കപ്പെടുന്നൊരു സ്ഥിതിയാണ് അവർക്കുള്ളത്. താറടിച്ച് കാണിക്കാം, അതായത് ഇവരെ തിരിച്ച് വിമർശിക്കാനായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എൻ്റെ ഗ്രാമത്തിലെ ലേക്കാണിത്. ലേക്കിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് മഞ്ഞ് കാരണം ഇല്ല, ബോട്ടിങ്ങൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ജാമിദ ടീച്ചറിനെ പലരും, ഈ ഇസ്ലാമിസ്റ്റുകൾ വന്നിട്ട്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പലരും ഇവരെ വിമർശിക്കാറുണ്ട്. വളരെ മോശമായ രീതിയിൽ പദപ്രയോഗങ്ങൾ നടത്തി വിമർശിക്കാറുണ്ട്. എടി കാമിത എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാറുണ്ട്. പക്ഷേ അത് പറഞ്ഞോട്ടെ, അത് പറയും തോറും ഇവർ വളരാണ്. അതായത് ജാമിദ ടീച്ചർ വളരുകയാണ് ഉണ്ടായത്. ജാമിദ ടീച്ചർ ഒരു പക്ഷേ ഉള്ളിൽ ചിരിക്കായിരുന്നുണ്ടാവാം ഇവരുടെ വിമർശനം കേട്ടിട്ട്. കാരണം ജാമിദ ടീച്ചറിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നു, മുസ്ലിംസ് വിട്ടുപോകുന്നു, എക്സ് മുസ്ലിംസ് ആവുന്നു. അത് പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ്, ബീവി എന്ന അപരനാമം, ബീവി എന്ന ലാസ്റ്റ് നെയിമുള്ളൊരു സ്ത്രീയാണ്. അവരെ ഞാൻ ഇനി കൂടുതൽ പേര് പറഞ്ഞ് ഫേമസ് ആക്കുന്നില്ല. അറിയാവുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് അറിയുന്നുണ്ട്. അപ്പം ഈ സ്ത്രീ എന്നും കിടന്നിട്ട് ഒരു ഫോൺ ചെയ്യുക, ആരെങ്കിലും ഫോൺ ചെയ്തിട്ട് പറയും, കണ്ട ഞാൻ പറഞ്ഞില്ലേ ജാമിദ 5 കെട്ടി എന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ അവഹേളനാണ്. ഒരു പഴഞ്ചൻ ബോറൻ ടൈപ്പ് അവഹേളനം. എല്ലാവർക്കും അറിയാം ഈ സ്ത്രീ പച്ച നുണയെ പറയണേ. പലരെയും കുറിച്ച് ഇങ്ങനെ ആരെങ്കിലും ഫോൺ ചെയ്യും, അപ്പോൾ ഫോണിൻ്റെ അപ്പുറത്തെ തലയ്ക്ക് എന്ന് ഇവർ പറയും ജാമിദ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഇവർ ആണോ ആ അയ്യോ ലോകത്തിന് വെളിപ്പെടുത്താൻ മതി. ഇത് കേട്ട് തുള്ളിച്ചാടുന്നൊരു അനിൽ മുഹമ്മദ് ഉണ്ട്. പിന്നെ കുറച്ച് സുഡാപ്പികളുണ്ട്. ഷെക്സ് മുസ്ലിമിനെ തടഞ്ഞു നിർത്താൻ, ആ ഒരു ഒഴുക്കിനെ തടഞ്ഞു നിർത്താനായിട്ട് അവർക്ക് പറ്റില്ല. ഇപ്പോൾ ഫസൽ കാരട്ട്, ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലിയൊക്കെ വലിയ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഇവരൊക്കെ വീണ്ടും ഒരു 10,000 എക്സ് മുസ്ലിംസിനെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോണേ. കൈവിട്ടു പോയി കാര്യങ്ങൾ ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച്. കേരളം വിമുക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം, ജാമിദ ടീച്ചർ പറയാണ് അവർ അവഹേളിച്ചോട്ടെ, വിമർശിച്ചോട്ടെ, ഓൺലൈൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഈ സ്ത്രീ ഇവരുടെ സഹോദരിയുടെ വീട്ടിൽ ചെന്നിരിക്കുന്നു. അതായത് ജാമിദ ടീച്ചറിൻ്റെ വിമർശിക്കുന്നത് കൊണ്ട് ഈ ജാമിദ ടീച്ചറുടെ സഹോദരിയുടെ വീട്ടിൽ ചെന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു. നീ ജാമിദയുടെ സഹോദരി അല്ലേ എന്ന് ചോദിച്ച്. ഇതിന് നയങ്ങളില്ലേ? ഇതിന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമാൻ പിണറായി വിജയൻ, നിങ്ങളിപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ കാലഘട്ടമല്ല. നിങ്ങൾ കാലക്രമേണ ഇസ്ലാമിക വിരുദ്ധ നിലപാടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ രാഷ്ട്രീയ നയം നിങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നേരം വെളുത്ത് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാമിദ ടീച്ചറിൻ്റെ സഹോദരിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളുമായിട്ട് പോയിരിക്കുന്ന ഈ സ്ത്രീയെയും അതിനോട് കൂടെപ്പെട്ട ഏതൊരു മതപുരോഹിതൻ ആരൊക്കെ കൂട്ടിയിട്ടാണ്, ഒരു വാലിനെയും കൂട്ടിയിട്ടാണ് ഈ സ്ത്രീ പോയേക്കുന്നത് കേട്ടത്. അപ്പോൾ ജാമിദ ടീച്ചർ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് വീട് കയറി ഈ സ്ത്രീ ഇങ്ങനെ ചെന്നിട്ട് ജാമിദ ബന്ധുമിത്രാദികളെ അവഹേളിച്ച് കഴിഞ്ഞാൽ നിർത്തുന്നതാണോ വിചാരിച്ചിരിക്കുന്നത്? കേരളത്തിലെ എക്സ് മുസ്ലിം ആരാണ് നിങ്ങളെ ഇറക്കിയിരിക്കുന്നത്? മുസ്ലിം ലീഗാണോ? ആരാണ് നിങ്ങൾ? അതിൻ്റെ പേര് പറ. നിങ്ങൾ ഇത്ര നാൾ നടന്നിരുന്ന അത് വീട്ടിൽ കയറിച്ചല്ല, ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് പറയാം നിങ്ങളുടെ സഹോദരി ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നു, അത് നിർത്തിക്കണമെന്നാ. എന്ത് ഇതാണ്? ആഭ്യന്തര വകുപ്പ് ശക്തമായിട്ട് ഇടപെടണം.
ഇതുപോലെയുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് ജാമിദ ടീച്ചറിന് നീതി നടപ്പാക്കി കൊടുക്കണം. ജാമിദ ടീച്ചർ ഒരു മോഡലാണ്. നമ്മൾ കേരളം ഇരു കൈകളും നീട്ടി സ്വീകരിക്കേണ്ട ഒരു മോഡലാണ്. ആ സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നത്. കാരണം നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങളോ ഇതിന് ധൈര്യപ്പെടില്ല. കാരണം അവർക്ക് അറബിയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളാണ് നമുക്കുള്ളത്. അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. കാരണം അവരുടെ സമ്പത്തും അവർ പേടിച്ചിരിക്കുന്നത് അത് അറബ് രാജ്യങ്ങളുടെ അവരുടെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവരുടെ കച്ചവടം നടത്തട്ടെ. പക്ഷേ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്. ജാമിദ ടീച്ചറുടെ ആവശ്യം നമ്മളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. കേരള പൊതുസമൂഹത്തിൻ്റെ ജാതി മത ഭേദമന്യേ ജാമിദ ടീച്ചർക്ക് സംരക്ഷണം നൽകി അവരെ ഓൺലൈനിൽ ഇതാക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. കാരണം സംസാര സ്വാതന്ത്ര്യത്തിന് നേരെ ജാമിദ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞ് ഓൺലൈനിൽ ഇസ്ലാമിനെ വിമർശിച്ചു എന്നും പറഞ്ഞ് അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ, ജാമിദ ടീച്ചറുടെ സഹോദരിയുടെ വീട്ടിൽ കയറി ചെന്നിരിക്കുന്നു ഈ അഹങ്കാരികൾ, ഈ കള്ള സുഡാപ്പികൾ, വൃത്തിയേട്ടവന്മാർ. ഇത്ര നാണം കെട്ടതാണോ ഇസ്ലാമിസ്റ്റുകളെ? നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിട്ടെന്താ ഈ ഇസ്ലാമിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാകുന്ന സമയത്തുണ്ടല്ലോ, അവർ അയ്യോ അത് ഒറ്റപ്പെട്ട സംഭവം, ഞങ്ങളല്ല നിങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകും. വെളിച്ചത്ത് വന്ന് പറയും എൻ്റെ ഭായ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അതല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിന് തന്നെയാണ് അതിൻ്റെ കുറവ്. നിങ്ങൾ ഇറക്കിയിരിക്കുന്ന സ്ത്രീയാണ് ചെന്നിരിക്കുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ പറ്റിയാൽ വിടാം. ജാമിദ ടീച്ചർ വിട്ടിരിക്കുന്ന പോസ്റ്റ്, അതായത് ഈ അവരുടെ സഹോദരിയുടെ ഭർത്താവ് ഏറ്റവും വലിയ മുസ്ലിം വിശ്വാസി എന്നാണ് പറയുന്നത് ആ പ്രദേശത്തെ. അവരുടെ വീട്ടിൽ ചെന്ന് അവരെ ജാമിദ ടീച്ചറിൻ്റെ പേരിൽ അവഹേളിക്കുക, ഇതൊക്കെ അതിൻ്റെ പേരിൽ അവർ ജാമിദ ടീച്ചർ ഈ സംഭാഷണം നിർത്തുന്നത് നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ കുരുട്ട് ബുദ്ധിയൊന്നും നടക്കില്ല സുഡാപ്പികളെ. ഇപ്പോൾ ഫൈസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവിടെ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനൊന്നും ആരെങ്കിലുമൊക്കെ കേരളത്തിൽ വോട്ട് ചെയ്യുന്നു. ആ ഒരു കാലം കഴിഞ്ഞു പോയി. ജനങ്ങൾ പ്രതിരോധിക്കും. നിങ്ങൾക്ക് ഭയമാണ്. ജാമിദ ടീച്ചറിനെ ഒന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ല. അതായത് ഈ സ്ത്രീ കലകലാന്നൊരു 100 വീഡിയോസ് ജാമിദ ടീച്ചറിനെതിരെ ഉണ്ടാക്കി. ഒന്നും ഏൽക്കണില്ല. പകരം ജാമിദ ടീച്ചർ വളർന്ന് മുന്നോട്ട് പോവാണ്. ആരിഫ് ഹുസൈനും. അതായത് ഈ സ്ത്രീ പറയും തോറും ഇവർ ഫേമസ് ആവണ്. അപ്പം ഒപ്പം തന്നെ എക്സ് മുസ്ലിംസ് കൂടാണ്. അപ്പം ഇവർക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ട് നീ നിർത്തിക്കോ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വീട്ടിൽ കയറി ചെന്നേക്കാണ്. അതാ നമ്മുടെ ജാമിദ ടീച്ചറിൻ്റെ വീട്ടിൽ. അത് കേരള സമൂഹം മനസ്സിലാക്കണം. ഇതിന് ആഭ്യന്തര വകുപ്പ് എന്ത് നിയമം, പോലീസ് പ്രൊട്ടക്ഷൻ, പോലീസ് എന്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. അത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ജാമിദ ടീച്ചറിനെ ഇനിയും ഫേമസ് ആക്കണം. അവർക്ക് വേണ്ട പ്രതിരോധ വലയം ഓൺലൈൻ തീർക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ജാമിദ ടീച്ചറിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അവരെ ഫേമസ് ആക്കുക. അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ് കേരള പൊതുസമൂഹം. നന്ദി, നമസ്കാരം.